Radio Library. Radio Library with RJ Radish. ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ സെറ്റിൽ ആകുകയും ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അങ്ങനെ ഇന്ത്യയിൽ നിന്നും നേരെ കാനഡയിലേക്ക് പോയി അവിടെ സെറ്റിലായ ഒരു ഫാമിലിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറി, നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഇന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് നോവൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. ഹന ഖാൻ കാരീസ് ഓൺ. കനേഡിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഉസ്മാ ജലാലുദ്ദീൻ എഴുതിയ നോവലാണെന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ നോവല് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ ഫാത്തിമ ജസീലയാണ്. ഫാത്തിമ, നമസ്കാരം. റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഫാത്തിമയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഫാത്തിമ ജസീല നമ്മളുടെ കൂടെ റമദാൻ ക്വിസിൽ ഉണ്ടായിരുന്ന ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഫാത്തിമ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചൊരു ബുക്ക് എന്ന് പറയുന്നത് ഹന ഖാൻ കാരീസ് ഓൺ ആണ്. അതെ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു കീർത്തി മാം ഉണ്ടായിരുന്നു ഹോസ്റ്റലില്. കീർത്തി മാമിന്റെ ബുക്ക് കളക്ഷൻ അത് ആരാണ് ഏറ്റവും കൂടുതൽ വായിച്ചു തീരുക എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ വായിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒരു പുസ്തകം വായിച്ച് കഴിയുമ്പോഴത്തേനും അടുത്തത് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കും. അങ്ങനെ താല്പര്യം, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വായിക്കാനും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു വൈനിലോട്ടൊന്നും. അങ്ങനെ എക്സ്ട്രാ റീഡിങ് എന്നുള്ള രീതിയിൽ ബുക്സ് എടുത്ത് നമ്മൾ വായിക്കുക എന്നുള്ള രീതി, മൊബൈലിൽ വായിക്കുക, ആ ഒരു രീതി അല്ലാതെ പുസ്തകം എടുത്ത് അതിന്റെ ഓരോ പേജും മറിച്ച് അങ്ങനെ ഒരു വായിക്കുന്ന രീതിയിലേക്ക് പിന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് ഒരു നോവലൊക്കെ, ഇംഗ്ലീഷ് നോവലൊക്കെ വായിക്കുന്നത്. എന്റെ കയ്യിൽ ഈ പുസ്തകം എത്തിപ്പെടുന്നത് തന്നെ കോയിൻസിഡന്റൽ ആയിട്ടാണ്. ഞാനൊരു വോളണ്ടിയറിന് പങ്കെടുക്കുന്നു, അതിന്റെ സമ്മാനം വാങ്ങാൻ പോയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിലായിരുന്നു. അങ്ങനെ ലൈബ്രറി പോയി എന്റെ ഫ്രണ്ട് എടുത്ത ബുക്കാണ്. അപ്പോ അതെന്റെ കയ്യിൽ എത്തിപ്പെടാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോ ശരിക്കും ഐ വാസ് ലൈക്ക് കം ഓൺ, ഇത് എന്റെ കഥയാണോ? എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു ഈ ബുക്കിൽ. അപ്പൊ ഇറ്റ് വാസ് റിയലി നൈസ്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് സപ്പോസ് ടു റീഡ് ദിസ് എന്നുള്ള രീതിയിൽ. ആൻഡ് ആർക്കെങ്കിലും ഇങ്ങനെ ബുക്ക് വായിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുക്ക് വായിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എവിടുന്ന് തുടങ്ങണം, എന്ത് തുടങ്ങണം എന്നൊന്നും അറിയാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് സ്റ്റാർട്ട് ആയിരിക്കും. സിമ്പിൾ റൊമാൻറ്റിക് കോമഡി, റോം കോം ആണ് ഇത്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് ഉസ്മാ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു കനേഡിയൻ റൈറ്റർ ആൻഡ് ടീച്ചർ ആയിട്ടുള്ള ഒരാളാണ്. അവരുടെ 30കളുടെ അവസാനത്തിലാണ് ഈ ഒരു പുസ്തകം, ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് തന്നെ പലർക്കും ഒരു പ്രചോദനമായിരിക്കും. വായിക്കാനും എഴുതാനും ആ ഒരു മേഖലയായിട്ട് വളർന്നു വരാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇറ്റ്സ് നെവർ ടു ലേറ്റ് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പിന്നെ അവർ 5ലധികം പുസ്തകങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുസ്തകത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പല പല കാര്യങ്ങൾ, പഠിത്തം കഴിഞ്ഞ് ജോലിയിലേക്കൊക്കെ കടക്കാൻ ആഗ്രഹിക്കുന്നവർ, എനിക്ക് ഇഷ്ടമുള്ളതാണോ ചെയ്യേണ്ടത്, അതോ ഞാൻ കുടുംബം, ആ ഒരു ഏർണിംഗ് എന്നുള്ള രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ മുമ്പോട്ട് പോകേണ്ടത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒരു ഏർലി 30s, ഏർലി 20s ഈവൻ 40s ആ ഒരു ക്രൈസിസ് നേരിടുന്നവരുണ്ടാവും. അങ്ങനെ ഒരു ക്രൈസിസ് നേരിടുന്നവർക്ക് ഇതിന് ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ക്യാരീസ് ഓൺ. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ അവളുടെ മനസ്സിലുണ്ടെങ്കിലും ഷീ ഈസ് ക്യാരിയിങ് ഓൺ വിത്ത് ലൈഫ്. പ്രൊട്ടഗണിസ്റ്റിന്റെ പേര് ഹന ഖാൻ എന്നാണ്. സോ how she carries on with the life with a lot of questions in her mind എന്നുള്ള ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് വരികയും ഇതര ഭാഷ സംസാരിക്കുന്ന, ഇതര സംസ്കാരത്തിലുള്ളവരൊക്കെ ആയിട്ട് ഇടപഴകുക ചെയ്യുന്നതാണ്. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വി ആർ കണക്റ്റഡ് ടു അവർ റൂട്ട്സ്. എത്ര തന്നെ നമ്മൾ ആൾക്കാരുടെ ഇടയിൽ നമുക്ക് വിജയിക്കാൻ പറ്റിയാലും നമ്മളുടെ ആ ഒരു റൂട്ട്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബക്കാര്, നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇറ്റ്സ് റിയലി ഹ്യൂജ്. അതിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് ഈ ഒരു പുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പോയിന്റ് ആണ്. ഈ പറഞ്ഞതുപോലെ ഹന ഖാൻ വേറൊരു രാജ്യത്ത് വരികയും ഷീ ഈസ് ഡൂയിങ് എൻ ഇന്റേൺഷിപ്പ്, ഷീ ഈസ് ജഗ്ലിംഗ് വിത്ത് ലൈഫ്. പഠിത്തം കഴിഞ്ഞ് ജീവിതമായിട്ട് ഇങ്ങനെ ജഗ്ൽ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഫാമിലി ബിസിനസിന് സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ഫാമിലി റെസ്റ്റോറന്റിൽ നിൽക്കുന്നത്, അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് ഓൾസോ ഇന്റേണിംഗ് വിത്ത് എ റേഡിയോ സ്റ്റേഷൻ. പിന്നെ ഹന ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ഫേക്ക് ഐഡന്റിറ്റിയിൽ, അതായത് ഒരു അനോണിമസ് ഐഡന്റിറ്റിയിൽ പോഡ്കാസ്റ്റും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ടേണിംഗ് പോയിന്റ് എന്നുള്ളത്. സോ ആൾക്കാരായിട്ട് അത്രമാത്രം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ആ ഒരു അനോണിമസ് ഐഡന്റിറ്റിയിൽ കൂടെ പോഡ്കാസ്റ്റിലൂടെ ഇന്ററാക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ്. ഇതില് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹിയർ ആർ ദ റൂൾസ്. This is a single person podcast, not a variety show. No interviews, not a comedy hour. I'm also not going to tell you my name or any specific biographical details. Except the following. I'm a South Asian Muslim woman in my 20s. I was born and live in the city of Toronto and I love radio. Really love it.
I also love the free form of podcasts. This particular podcast will be about having a place to ask questions without worrying who might be listening and judging. I'm talking about the big questions, future friends, such as what do you want out of life? What do we owe the people we love? How do our histories and stories influence who we become? And how do you know that the thing you want is actually the thing you want? There you have it. Listeners, my mission statement. I promise no frills and a clear voice. I promise nothing of substance and nothing but my truth. I promise to take this seriously, but I'm also definitely making it up as I go along. ഇതിൽ ഹന ഖാൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാര്, നമ്മുടെ കോളേജിൽ പഠിച്ച കൂടെ ഉണ്ടായിരുന്നവര്, അവരൊക്കെ ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ പോവാൻ വളരെ സാധ്യത കൂടുതലാണ്. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പോഡ്കാസ്റ്റിൽ വന്നിട്ട് ഹന ഖാൻ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരാരും ഇല്ല. അപ്പൊ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ, അറ്റ് ദ സെയിം ടൈം ഫാമിലിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ബൗണ്ടറീസ് എങ്ങനെയാണ്, ആ ഒരു അനോണിമസിറ്റി നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്യണം, ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് തിങ് ദാറ്റ് വി ഹാവ് ടു ജഗിൾ വിത്ത് എന്നുള്ളതാണ്. ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്യണം, ഫ്രണ്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ള ഒരു ബൗണ്ടറീസ് ഉണ്ടാവും. ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുമ്പോട്ട് പോവാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. സോ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആരെ എക്സ്ക്ലൂഡ് ചെയ്യണം, ആരെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഉത്തരം ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് ഔട്ട്കം, നമ്മൾ ഒരു ഫസ്റ്റ് ബോൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പാരന്റൽ ഇൻസ്റ്റിങ്ക്റ്റ് നമ്മളിൽ വളർന്നു വരുമ്പോൾ we'll be on the other side. The phone pinged in my hand. I looked down at the direct messaging app we had started using a few months after he first began commenting on my podcast. Stanley P. I think you might be the person who knows me best in the world right now. And I don't even know your real name. My fingers hovered over the screen. I could tell him who I really was. I pictured myself typing it out. My real name is Hana. I'm 24 and I live with my parents in the most diverse suburb in the world, in the east end of Toronto. You already know that I'm a South Asian Muslim, but you don't know that I wear hijab and I work 2 jobs. One is at Three Sisters Biryani Potin, the restaurant my mother has been running for the past 15 years, and another at CJKP, a local indie radio station where I intern. Though work is a bit of misnomer, neither position pays me actual money, and both positions have a limited life expectancy. The former because our restaurant is in trouble, and the latter because my internship is coming to an end and I have no idea what comes next. I'm trying not to panic about either situation. അങ്ങനെ സ്ലോലി ഹന ഖാൻ ഒരു സ്ട്രേഞ്ചറിനോട് ഓപ്പൺ അപ്പ് ചെയ്യാണ്. ഹിസ് നെയിം ഇസ് സ്റ്റാൻലി പേ. സോ ഇറ്റ്സ് റിയലി കോമൺ ഇന്നത്തെ കാലത്ത് ഒരു സ്ട്രേഞ്ചറിനോട് പറയുക അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബട്ട് അറ്റ് ദി സെയിം ടൈം ഷീ ഡസൻറ്റ് വാണ്ട് ടു റിവീൽ ഹെർ സെൽഫ്. ഇതിനു മുന്നേ ഹന ഖാനെ കുറിച്ചിട്ട് വേറെ ആരുടെ അടുത്തും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് റേഡിയോയിൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ചോദിക്കുമ്പോൾ അതിനുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ കൂടി സ്വന്തം പേരോ റിയൽ നെയിമോ അല്ലെങ്കിൽ റിയൽ ഐഡൻറ്റിറ്റി വാട്ട് ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ഇൻ ലൈഫ് എന്നുള്ളതൊന്നും ഇങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. And eventually what happens is that we can see her disclosing her feelings, her fears, her hopes with the same person. അപ്പോൾ പ്രതീക്ഷകളും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. I have a question for you. Yes, I'm your smartest and most conventionally attractive friend. I already know that. With your business, what are you fighting for? Is it simply survival or something else? Such a serious query from the usually bantering Stanley P. But the question was interesting. I was on my break, seated on a bench on the Golden Crescent Strip, enjoying the sunny weather. I typed my reply. I guess I don't want to be collateral damage on someone else's march to victory.
യെസ്, ബട്ട് വൈ ഡസ് ഇറ്റ് കം ഡൗൺ ടു മണി? സോ ഈ ഒരു പുസ്തകത്തില് ഈ ഒരു കോൺവെർസേഷൻ വിത്ത് എ സ്ട്രേഞ്ചർ ഓൾസോ ഇഗ്നൈറ്റ്സ് അവർ തോട്ട് ഓൺ, നമ്മൾ കൂടി ചിന്തിപ്പിക്കും, ശരിക്കും ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കണ കാര്യമാണോ ഞാൻ ചെയ്യണത്, അതോ വെറും സമ്പാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണോ ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യം ആവശ്യമാണ് താനും, പക്ഷെ അതിൽ സത്യമുണ്ടാവണം എന്നുള്ളൊരു കാര്യം, നമ്മൾ ടു ബി ട്രൂ ടു അവർസെൽവ്സ് എന്നുള്ളൊരു കാര്യം, ഒരു വലിയൊരു ലെസൺ ഈ ഒരു പുസ്തകം നമ്മോട് മനസ്സിലാക്കി തരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ഉസ്മാ ജലാലുദ്ദീൻ എഴുതിയ ഹന ഖാൻ കാരീസ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ, അതാണെന്ന് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ലൈബ്രറിയിൽ. ബിസിനസ്സിൽ എന്നല്ല, ജീവിതത്തിൽ ഏതൊരു മേഖലയിലും നമ്മൾ മത്സരബുദ്ധിയോടുകൂടി കാണുക, അല്ലെങ്കിൽ മത്സരം, നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതാണ്. ആ ഒരു മത്സരവേളയിൽ നമ്മൾ എപ്പോഴും മുമ്പോട്ട് വെക്കേണ്ട കാര്യമാണ് ബീയിങ് വിത്ത് ദ ട്രൂത്ത്, സത്യത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത്. ആൻഡ് ഒരു കാര്യം കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണോ അതാണ് ഗ്രോ ചെയ്യുന്നത്. നമ്മുടെ ഫോക്കസ് നമ്മിൽ തന്നെ ആയിരിക്കുക. നമുക്ക് എങ്ങനെ മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മുടെ എതിരാളിനെ കുറിച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. അത് ഏറ്റവും വലിയ വിദ്വേഷത്തിലേക്ക് വഴിമാറാം, അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നതിലേക്ക് വഴിമാറാം, അല്ലെങ്കിൽ ഫോൾസ് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് വഴിമാറാം. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ. യെസ്, അതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇറ്റ്സ് നൺ ഓഫ് അവർ ബിസിനസ്, വി ഡോണ്ട് നീഡ് ടു ഈവൻ കെയർ അബൌട്ട് ഇറ്റ്. നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മൾക്ക് എങ്ങനെ മെച്ചപ്പെട്ട് മുമ്പോട്ട് പോകാം എന്നതിൽ ഫോക്കസ് ചെയ്യുന്നതിൽ ഒരുപാട് ഇംപ്രവൈസേഷനുള്ള ഏരിയാസ് ഉണ്ടാകും എന്നുള്ള തോട്ട് പ്രോസസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മിന്നി മറിയ നമുക്കിങ്ങനെ ശരിക്കും അതിൽ ജീവൻ വെച്ച് തരുന്ന ഒരുപാട് തോട്ട് പ്രൊവോക്കിംഗ് ഐഡിയാസ് ആൻഡ് സെന്റൻസസ് ആൻഡ് ലൈൻസ് ഈ ഒരു കഥയിലുടനീളം നമുക്ക് നല്ല രീതിയിൽ എഴുത്തുകാരി വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻ ദ വേ ദാറ്റ് എവറിഥിങ് കംസ് ഡൗൺ ടു മണി. Yes, but it's more than that. Imagine if someone knocked on the door of your home and demanded you leave. Could you abandon it without fighting? But what if your home was old and falling apart? Maybe it's time to adapt or die. Only someone who judged my home from the outside would say that. I know that what's inside is worth the fight. That being said, I'm firmly Team Stanley P. Crush your competition and make them beg for mercy. Stanley P parayana. I don't think my competition is the begging sort. Well, my campaign is going well. I've got them on the run. I'm proud of you. Don't do anything you regret later. I regret nothing. Stanley P. Take it from this battle hardened bot. The biggest regrets take a while to manifest, but they get you every time. So we do make mistakes, but the thing that we need to do is realize the mistake and grow from it. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പറിച്ച് നടപ്പെടുമ്പോൾ വേറൊരു രാജ്യത്ത് ചെല്ലുന്നു, അവിടെയുള്ള ഒരുപാട് പേരെ പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. അവിടെ നമ്മൾക്ക് അവരുടെ ഇടയിലും നമ്മൾ ഇടപെട്ട് നമ്മളുടെ കഴിവുകൾ തെളിയിച്ച് സ്കിൽസ് ഒക്കെ തെളിയിച്ച് നമ്മൾ അവിടെയും വിജയിച്ച് മുമ്പോട്ട് പോകുന്നു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നമ്മുടെ വേരുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു കണക്ഷൻ കീപ്പപ്പ് ചെയ്യുന്നതിലുള്ള ഇമ്പോർട്ടൻസ് ഇറ്റ്സ് സോ ഹ്യൂജ്. നമ്മളൊരു പ്രവാസിയാകുമ്പോൾ കിട്ടുന്നൊരു ഇൻഡിപെൻഡൻസിന്റെ കൂടെ തന്നെ ഒരു ഷാലോനെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആൻഡ് ഹർ co-intern Thomas Matthew is a fellow South Asian co-worker content to participate in damaging troops about different communities to achieve his own career goals. Thomas looked away. Our laughter had been spontaneous, a subtle acknowledgement of all that we shared. Despite our different outlooks, I liked that we could laugh together, even if I wasn't sure we were laughing about the same thing. ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് തിരിച്ചറിവുകളുടെ ഒരു യാത്രയാണ്. ആൻഡ് വി റിയലൈസ് ഹൗ ബ്ലെസ്ഡ് വി ആർ. അങ്ങനെ ആ ഒരു വ്യത്യസ്തതകളിൽ നിൽക്കുമ്പോൾ അതിന്റെ നന്മകൾ ഒരുപാട് തിരിച്ചറിയും എന്നുള്ളതാണ്. ആൻഡ് അവൾ പറയാണ്, I'm usually all about blessed. As a Muslim, I was taught to be grateful for my many gifts. I know how lucky I am. I love my family. I'm young and healthy and educated, and I was born in Canada. But lately, I've felt weighed down by sadness. A series of unfortunate events has paraded through my life, and I miss the days when I had the luxury to not worry about things I can't control. I came face to face with hatred recently.
I don't want to get into the details because this is supposed to be an anonymous podcast. And the incident is easily Googleable. For the first time in my life, I was targeted. And the experience has left me rattled. It has been an unsettling experience too, because for so long I felt invisible. That strange dual existence of being seen for one thing and dismissed for it at the same time is just part of regular everyday life for this particular brown Muslim girl. And likely for a lot of people out there. I've lived in this skin for so long. It's the only way I know how to be. Yet for the first time ever, I feel both seen and misunderstood. There is no solution to this feeling. I know, except to learn to grow comfortable with the me on the inside. The one not everyone gets to see or know. So I'm throwing this out to you now. Listener friends, if you see someone struggling, don't be afraid to reach out, to show them some compassion and maybe even empathy. Tell them you can see who they truly are underneath their pain. You might find yourself similarly enveloped by clouds at some point. No one knows when the dark days will descend. Only that they come for us all. നമ്മളുടെ അടുത്ത് ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ if we are crossing path with a familiar face or old acquaintances, I think it's better to stay connected because we don't know when our last breath is gonna be. It's entirely anonymous alle. So as far as we can stay connected, I think we should stay connected and communicate well rather than judging people with preoccupied notions. മുൻധാരണകളൊക്കെ വെച്ചുകൊണ്ട് ആൾക്കാരെ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതിനേക്കാളും ഏറ്റവും നല്ലത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തുറന്ന് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനുള്ള വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ട് മനുഷ്യരുമായി കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഹ്യൂമൻ ബീയിങ് ഇസ് എ സോഷ്യൽ ആനിമൽ. യെസ്, സ്വന്തം കാര്യങ്ങൾ കൂടി അതിനകത്ത് വായിച്ചെടുത്തു. ഞാൻ റേഡിയോയിലാണ് കഴിഞ്ഞൊരു 3 വർഷമായിട്ട്. അതെ അതെ, ജസീല ഇപ്പൊ കഴിഞ്ഞ റമദാന് പോലും 30 days ഇവിടെ ഉണ്ടാവും. അതെ, സിൻസ് 2024. അതെ, അവിടെ നമ്മൾ ഹനാഖാന്റെ കാര്യത്തിൽ റേഡിയോ സ്റ്റേഷനിൽ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹനാഖാനെ കൂടുതൽ ഇഷ്ടമായി. ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഈ ഒരു ബുക്ക് എന്നിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇതിന്റെ ഒരു കൂട്ടുകാരി ഇവിടെ നാഷണൽ ലൈബ്രറിയിൽ നിന്ന് എടുത്തൊരു പുസ്തകമാണ്. അപ്പൊ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അപ്പൊ അങ്ങനെ എന്നെ ഏൽപ്പിക്കുകയും അങ്ങനെ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് റേഡിയോ ലൈബ്രറിയിൽ എത്തിച്ചേരുമ്പോ എന്റെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടാവുകയും ആണ്. അങ്ങനെ സംഭവിച്ചതാണ്. പക്ഷെ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോ ഒരുപാട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, കാരണം ക്ലബ് ഹൗസ് പോലുള്ള ആപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തപ്പോ ഈ ഹനാഖാൻ പോഡ്കാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു റോൾ, ഐ വാസ് ഓൺ ദാറ്റ്. അതൊക്കെ എനിക്ക് വളരെ ഒരുപാട് സ്നേഹം കിട്ടുന്നു, ആൾക്കാരായിട്ട് മനസ്സിലാക്കാൻ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ എനിക്ക് വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ബിക്കോസ് ക്ലബ് ഹൗസിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റൻസ്, നമ്മളൊരു പദ്യം വായിക്കുന്നു, പദ്യത്തില് വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് അറിയാത്ത അനോണിമസ് ആയിട്ടുള്ള ആൾക്കാർ കേക്കുകൾ അയക്കുന്നു. ഒരു കേക്കല്ല, കേക്കുകളും ബൊക്കേസ് ഒക്കെ എനിക്ക് കിട്ടി. അപ്പൊ അതെനിക്ക് ഈ ഹനാഖാന്റെ പോഡ്കാസ്റ്റ് ഒക്കെ പറയുമ്പോൾ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റേഡിയോ സ്റ്റേഷൻ, അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അറ്റ് ദ സെയിം ടൈം കരിയർ വൈസ് ജോബ് റൈറ്റ്, അതൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ സോഷ്യൽ മീഡിയ തിങ്, എവറിത്തിങ്, ഓൾമോസ്റ്റ് ഈ പുസ്തകത്തിന്റെ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ഇറ്റ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായി. ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവര് ഒരു തെറ്റായ ചിന്ത മാത്രമാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും വായിക്കാൻ, അതെ, വായിക്കാൻ ഇപ്പോ ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒന്ന്, അല്ലെങ്കിൽ വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ സിമ്പിൾ ആയിട്ടൊന്ന് വായിച്ചു തുടങ്ങാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. റോംകോം ആണ് ഹനാഖാൻ ക്യാരീസ് ഓൺ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് സാഹിത്യം ഒന്നും ഉൾപ്പെടുത്താത്ത രീതിയിലുള്ള എഴുത്തുകൾ തന്നെയാണ് അല്ലെ. തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഉറപ്പായിട്ടും. എന്തായാലും താങ്ക് യു ഫാത്തിമ ജസീല, നമ്മള് ഇങ്ങനൊരു നോവല് പരിചയപ്പെടുത്തിയതിൽ ഒരുപാട് പേരിലേക്ക് ഈ ഒരു നോവൽ എത്തിയിരിക്കാം. താങ്ക് യു സോ മച്ച്. ഫാത്തിമ ജസീലയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഫാത്തിമ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അതായത് റമദാൻ ക്വിസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആർജ കൂടിയാണ്. അപ്പൊ ആള് പുസ്തകങ്ങളൊക്കെ വായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തണം, എല്ലാവരിലേക്കും
വായിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞത്. ഉസ്മാ ജലാലുദ്ദീൻ, അതായത് ഒരു കനേഡിയൻ റൈറ്ററാണ്, അവരെഴുതിയിട്ടുള്ള ഹനാ ഖാൻ ക്യാരീസ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇംഗ്ലീഷ് നോവൽ. അപ്പോൾ ഇതിൽ ഹനാ ഖാനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഹനാ ഖാൻ എന്താണെന്നും ഹനാ ഖാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നും എന്താണ് മറ്റുള്ളവരിലേക്ക് അത് കൺവേ ചെയ്യാൻ, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക്, നമ്മൾ നിൽക്കുന്ന രാജ്യത്ത് മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ താമസം ആരംഭിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയ ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, നമ്മുടെ ആ റൂട്ട്സ് തിരക്കി നമ്മൾ പോകുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് തിരികെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഏതൊക്കെ വഴികൾ തിരഞ്ഞെടുക്കാം, അങ്ങനെ കുറെ ഫ്രണ്ട്സിനെ നമുക്ക് എങ്ങനെയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ കുറെ അധികം ആളുകളുണ്ട്. അങ്ങനെ എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും ഒരേപോലെ എങ്ങനെ കാണണം എന്നൊക്കെ ഹനാ ഖാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഹനാ ഖാനെ കൂടുതൽ നമുക്ക് അടുത്തറിയാൻ പറ്റുന്നത് ഹനാ ഖാൻ ക്യാരീസ് ഓൺ എന്ന ഈ നോവലിലൂടെയാണ്. അപ്പൊ എന്തായാലും വായിച്ചിട്ടില്ലാത്തവർ നേരെ ജസ്റ്റില പറഞ്ഞ പോലെ ഈ ഒരു നോവല് വായിക്കുക. ഇപ്പൊ ഖത്തർ നാഷണൽ ലൈബ്രറി എന്നാണ് ഇപ്പൊ അവർ ആ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും അവിടെ പോയിട്ട് പുസ്തകങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ പുസ്തകമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുസ്തകങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് അത് വായിച്ചതിന് ശേഷം റേഡിയോ ലൈബ്രറിയിൽ വന്നിട്ട് നിങ്ങൾക്കും നിങ്ങൾ വായിച്ച എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇപ്പോ റേഡിയോ ലൈബ്രറിയിൽ നിന്നും ടാറ്റാ ബൈ പറയുകയാണ് രതീഷ്.